മക്കൾ ഓർത്ത് നിങ്ങൾ മാതാപിതാക്കൾ നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ ആകുലപ്പെട്ടതുകൊണ്ടോ അസ്വസ്ഥപ്പെട്ടതുകൊണ്ടോ മക്കളുടെ പ്രശ്നം മാറോ? നിങ്ങൾ കരയുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം കൂടും. ഇതെല്ലാം കാണിച്ചിട്ട് തള്ളയുടെ കരച്ചിലും കൂടും. കണ്ണൂർ പോകാൻ പറയും. നിങ്ങൾ കരച്ചിൽ സ്നേഹമായിട്ട് അങ്ങോട്ട് ചെല്ലും. എൻ്റെ മോനെ ഇതിനകത്തുണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ മോനെ അതിനകത്തുണ്ടെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെ പലരും പറഞ്ഞപ്പോഴൊന്നും എൻ്റെ മോൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എൻ്റെ മോൻ മറ്റേ രൂപക്കൂടി ഇല്ലാത്തത് കൊണ്ട് മാത്രം അകത്ത് കയറ്റി വയ്ക്കാത്ത, അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് ഈ സാറത്തിൽ അകത്ത് കയറ്റി എന്നുള്ള രീതിയിലാണ് ചില മാതാപിതാക്കൾ. നിങ്ങളുടെ കണ്ണുനീരിനോ നിങ്ങളുടെ മനോഭാരത്തിനോ നിങ്ങളുടെ സങ്കടങ്ങൾക്കോ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള സഹനങ്ങൾക്കോ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളോ നാളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ വിലകെട്ടതായിട്ട് നാളെ മാറും. എന്നാ ഇപ്പം ചെയ്യുക, എന്നാ ഇപ്പം പറയാം, ഇതല്ല പറയാം, ഒന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനാത്ത അവസ്ഥയിലൂടെ ദൂരം മാതാപിതാക്കളെ കടന്നു പോകുന്നതെന്നറിയാം. ഈ വിഷയത്തിൽ ഒറ്റ പരിഹാര മാർഗ്ഗമേ ഉള്ളൂ, വേറൊരു പരിഹാര മാർഗ്ഗമില്ല. അത് ഒരിക്കലും അധികപ്പറ്റാണെന്ന് ചിന്തിക്കരുത്. മാതാപിതാക്കൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടോ, പള്ളി പോകാൻ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറംതിരിഞ്ഞ് നിന്ന് കാല് മടക്കി അടിച്ചിട്ട് ചില പിള്ളേർ പോകും. ഇന്നലെ എന്നെ കാണാൻ വന്ന സഹോദരീനത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ സഹോദരി വന്നിട്ട് മകനെയും കൊണ്ടും വന്നതാണ്. മകൻ വണ്ടിയിലിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനൊന്നും അവനോട് പ്രാർത്ഥിക്കണം, ഒരു രക്ഷയില്ല അച്ഛൻ, ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ, ഇറങ്ങാതെ നമുക്ക് അവന് ഇത്രയല്ലേ ഉള്ളൂ. പറഞ്ഞു ഞാൻ വിളിച്ച് നോക്കാം അച്ഛാ. ഞാൻ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തു. അമ്മ പോയി പറഞ്ഞു, എടാ നീ ഇറങ്ങി വാ, അച്ഛനൊന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക, അച്ഛനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പിന്നെ ആദ്യം ഇങ്ങനെ മസിൽ പിടിച്ച് അതിനെ തിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ പറഞ്ഞിട്ട് അങ്ങോട്ട് നിർബന്ധിച്ചങ്ങോട്ട് തുറന്നു. ഞങ്ങൾക്ക് ക്യാമറയിൽ കാണാം. ഞാൻ ഓഫീസിൽ കൊണ്ട് ക്യാമറ കാണാം. ഒരു കുറച്ച് 4-5 സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി അമ്മ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ അവൻ ഇറങ്ങി വരുമല്ലോ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ തിരിച്ചു ഓടി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് തള്ളങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ വണ്ടി എടുത്ത് പോയി. പുള്ളിക്കാരത്തി പിന്നെ എടുത്തു വെച്ചാൽ സോറി അച്ഛാ, അത് എന്നാ ചെയ്യാന്നിട്ടോ, ഇതാണ് അവസ്ഥ, എന്നാ ചെയ്യാനാ. ഇന്നലെ ഒരു ശുശ്രൂഷകൻ, പിള്ളേർക്ക് വേണ്ടി ധ്യാനം നടത്തുന്ന ഒരു ശുശ്രൂഷകൻ എന്നെ വിളിച്ചാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ട്, അച്ഛാ നേരത്തെയൊക്കെ നമ്മുടെ പിള്ളേർക്ക് തിന്മയുടെ സ്വാധീനങ്ങളെ ഉള്ളായിരുന്നു, ഇപ്പം നമ്മുടെ പിള്ളേർ തിന്മയാ. ആ അവസ്ഥയായി. ഇടയ്ക്കിടയ്ക്ക് പൈശാചികമായ ചില സ്വാധീനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുമായിരുന്നു. ഇപ്പം പിശാചാന്ന്. അതുകൊണ്ട് പഴയ ശുശ്രൂഷകൾക്കൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വെച്ചാൽ പിള്ളേരുടെയൊക്കെ ഓരോ സ്വഭാവം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പോലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത പാപങ്ങളിലൂടെ നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നത്, സ്വപ്നം കാണാൻ പറ്റാത്തത്. മൊബൈലിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ നമ്മുടെ ആധിക്യമുണ്ടല്ലോ, സ്വപ്നം കാണാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിലും വലിയൊരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാം നമുക്ക് അല്ലേ, നമ്മൾ പറഞ്ഞ എല്ലാം ഓക്കെ ആണെന്നൊക്കെ വിചാരിക്കും. ഒന്നും ഓക്കെ അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവിക സഹായം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും എടുക്കേണ്ട വിഷയമാണ്. കർത്താവിൻ്റെ ഒരു സഹായം കൂടി ഇല്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ, അയ്യോ ഇത് എൻ്റെ കൊച്ചാണോ, അയ്യോ എൻ്റെ കൊച്ച് അങ്ങനെ ചെയ്യല്ല, നമ്മളങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബൈക്ക് മോഷണം നടത്തിയിട്ട് കുറച്ച് പിള്ളേർ, അവന്മാർ ബൈക്ക് മോഷ്ടിച്ചിട്ട് വയ്ക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. കുഴപ്പമില്ലല്ലോ, വീട്ടിൽ കൊണ്ടുവന്നാലല്ലേ വീട്ടുകാരറിയുള്ളൂ. എന്നിട്ട് ഇവന്മാരെ പിടിച്ചു. അപ്പം അങ്ങനെ പ്രായപൂർത്തിയാകാത്ത പിള്ളേരൊക്കെ ആയതുകൊണ്ട് 1-2 ഇവിടെ കൊണ്ടുവന്നായിരുന്നു മാതാപിതാക്കൾ. ഇവിടെ ഞാൻ, അച്ഛാ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ എൻ്റെ മോൻ അതിനകത്തുണ്ടാകുമെന്ന്. അങ്ങനെ വിചാരിക്കരുന്നേ, എൻ്റെ മോൻ ഇതിനകത്തുണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ മോൻ അതിനകത്തുണ്ടെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെ പലരും പറഞ്ഞപ്പോഴൊന്നും എൻ്റെ മോൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എൻ്റെ മോൻ മറ്റേ രൂപക്കൂടില്ലാത്തത് കൊണ്ട് മാത്രം അകത്ത് കയറ്റി വയ്ക്കാത്ത, അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് ഈ സാധനത്തിനകത്ത് കയറ്റി എന്നുള്ള രീതിയിലാണ് ചില മാതാപിതാക്കൾ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്താഗതികളല്ല, നമ്മുടെ മനോഭാവങ്ങളല്ല, നമ്മൾ കണ്ട ലോകമല്ല ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിയല്ല ഇന്നത്തെ തലമുറയുടെ ബുദ്ധി. ഇന്നെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്.
വെറുതെ എൻ്റെ കോംപ്ലക്ഷനൊക്കെ പറഞ്ഞിട്ട് ബിജിലച്ചൻ്റെ ഒരു വീഡിയോ തരാൻ പറഞ്ഞാൽ നാളെ നോക്കിക്കോ, ഇനി ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിൽക്കണ്ട. എൻ്റെ രൂപം ഇവിടെ നിന്ന് പ്രസംഗിച്ചോളും. കമാൻഡ് കൊടുത്താൽ മതി. ഏത് വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് കമാൻഡ് കൊടുത്താൽ മതി. ആ അവസ്ഥയിലാണ് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളവിടെ അപ്പോൾ ഇങ്ങനൊരു ജനറേഷൻ്റെ ആ ഒരു നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്നോ എന്നാ വേണമെങ്കിലും പറഞ്ഞോ, ഈ വിഷയത്തിൽ ഒറ്റ പരിഹാര മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുക. ചെറുപ്പം മുതലേ വേറൊരു പരിഹാര മാർഗ്ഗമില്ല. ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ കടന്നു പോയപ്പോൾ ഒത്തിരി കുടുംബങ്ങളിൽ ഞാൻ പോയി. ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ പറ്റാവുന്ന അത്രയും എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിലൊക്കെ ഞാൻ ഏതെങ്കിലും കുടുംബങ്ങളിൽ അവർ ചോദിച്ചു കഴിഞ്ഞ് ഞാൻ പോവും. പറ്റാവുന്നത് ചിലതൊക്കെ പോകുന്നത് 200-200 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തൊരു വീട്ടിൽ പോകുന്നത്. പിന്നെ അവിടുത്തെ 200 കിലോമീറ്റർ 2 മണിക്കൂർ മതി ഒരു സൈഡ്. എന്നാലും നമ്മൾ ഒരു പ്രത്യേക സാഹചര്യം പറയുമ്പോൾ നമ്മൾ ചെന്നിട്ടുണ്ട്. അറിയാവുന്നവരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കടന്നുപോയ വീടുകളിലെല്ലാം മക്കളെ ഓർത്ത് വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ എന്തൊരു സംഘർഷമാണെന്നറിയാവോ. 8, 10, 15, 16 വയസ്സുള്ള പിള്ളേരൊക്കെ വല്ലാതെ അവർ തമ്മിൽ വൈകാരികമായ ഒരു അടുപ്പം പോലും ഇല്ലാതെ നിരന്തരമായി മാതാപിതാക്കളോട് എതിർപ്പും ദേഷ്യവും അടിയും ബഹളവും അസ്വസ്ഥതയും. ചില പിള്ളേരൊക്കെ പുറത്തേക്ക് വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ വരുന്നത്. ഇതുപോലെ തന്നെ കടന്നു പോയപ്പോൾ ഞാൻ 4, 5, 6 മക്കളുള്ള കുടുംബങ്ങളിലൊക്കെ പോയി. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ വീടുകളൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ ഇരിക്കും, അപ്പനും അമ്മയും ഇരിക്കും. കാരണം അപ്പനും അമ്മയും വിളിച്ചിട്ടാണല്ലോ നമ്മൾ ചെന്നത്. ഈ പിള്ളേർ ഒറ്റണം വരികയില്ല. വിളിക്കും, എടി അച്ഛൻ വന്നിരിക്കുന്നു, താഴേക്ക് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തെറിയേക്കാം. അതുകൊണ്ട് അമ്മയ്ക്ക് വരാവോ. അപ്പൊക്ക് അടുത്തത്, എടി അവളെന്തേടി, അവളെയും കൂടി ഒന്ന് വിളിക്കാവോ, അച്ഛൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ വന്നിട്ട് ഒന്ന് പൊക്കോ. ആ മാതാപിതാക്കളുടെ എളിമയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിപ്പോഴും സ്വർഗത്തിൽ പോകുന്നു. കാരണം എളിമയുള്ളവരാണല്ലോ സ്വർഗത്തിൽ പോകുന്നത്. മക്കളുടെ കാര്യത്തിൽ മാത്രം മക്കളോടുള്ള ബന്ധത്തിൽ മാത്രം അവർക്ക് അത്ര എളിമുള്ളൂ എന്ന് തോന്നുന്നു. പരസ്പരം അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവരൊന്നും വരികയല്ല. പിന്നെ ഇവർ മൂളിപ്പോട്ട് പറഞ്ഞ് നമുക്ക് കേൾക്കാം. മക്കൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉന്തി തള്ളി ഇത് വരുന്ന കാണുമ്പോഴേ നമുക്കറിയാം ഇത് വരാതിരിക്കുന്ന അതിനൊക്കെ നല്ലതെന്ന്. ഈ മാതാപിതാക്കൾ നമ്മളവിടെ വിളിച്ചുകൊണ്ടെന്ന് എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇത് നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു പ്രാർത്ഥന കിട്ടി അത്ര ആകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഒത്തിരി സ്റ്റേ ചെയ്ത് നമ്മളവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്. അത് വേറെ കാര്യം. ഈ മാതാപിതാക്കൾ ചേർത്താനും കടലിൽ നടുക്കുക. നമുക്ക് പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. കാരണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. ഇവരുടെ അവസ്ഥയോ, നമ്മൾ ഇറങ്ങുമ്പോഴേ ഇതുങ്ങൾ തന്തയും തള്ളയെ നോക്കി തെറി പറയാൻ തുടങ്ങും. വേറൊരു കാര്യമൊന്നും ഞങ്ങളവിടെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നിടയിൽ മനസ്സിലായല്ലോ അല്ലേ, ഞാൻ സൈലൻസ് ഇട്ട് പോയെന്നുള്ളൂ. അവർ പറയുന്നത് നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. എന്നാൽ ഇതുപോലെ തന്നെ ഞാൻ കടന്നുപോയ കുടുംബങ്ങളുണ്ട്. 5, 6 പിള്ളേരൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ എനിക്കിപ്പോഴും ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോഴേ ഇവർ 6 പേർ റെഡിയായിട്ടിരിക്കുക. എന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ആ കൊച്ചിന് 2-2.5 വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്നു ഇളയത്. നീ ഫോട്ടോ നോക്കണമെന്ന് മതി. 2-3 വയസ്സ് കഷ്ടി ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴേ ഈ ഇത്തിരി പോകുന്ന സാധനം അവിടെ പോയിട്ട് ഇടയിൽ കൂടി നടന്ന് കയറിയിട്ട് ഒരു പായ എടുത്തുകൊണ്ട് വന്നിട്ട് നിരത്തിയിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എല്ലാവരും വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോകുള്ളൂ. ആ കൊച്ചു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊച്ചു സാധനം കൊണ്ടുവന്നിട്ട് കൊച്ചു ഉരുട്ടി ഈ എടുത്തിട്ട് അതിനിപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ഈ അപ്പനും അമ്മയും കൂടി മുട്ടുകുത്തി. ഞാൻ നോക്കിയപ്പോൾ ഈ 4-5 എണ്ണം കൂടി ചുറ്റും അങ്ങോട്ട് കുത്തി. ഇവരാരോട് ഈ മാതാപിതാക്കൾ പിള്ളേരോട് പറഞ്ഞില്ല നിങ്ങൾ മുട്ടുകുത്ത്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നും ഈ മാതാപിതാക്കൾ പറഞ്ഞില്ല. ഈ മാതാപിതാക്കൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ 2 പേരും മുട്ടുകുത്തി. താണ്ടെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കൂടി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന 2 പിള്ളേരുണ്ട്, അതിന് താഴെ പഠിക്കുന്നവരെ വേറെ 2 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ട് സ്കൂളിലാക്കാൻ പോകുന്നു, വേറെ ഏറ്റവും താഴെ വേറെ എണ്ണം ഉണ്ട്. എല്ലാം കൂടി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥന സ്വീകരിക്കുക. ആ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, കൂട്ടായ്മയുണ്ട്, ഐക്യമുണ്ട്. ആ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആകെ കൊടുക്കുന്ന എന്നാണെന്നറിയോ, ഈശോ കൊടുക്കും. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേറെ പഠനത്തിൻ്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതൽ ഈ കുഞ്ഞുങ്ങളോട് പ്രാധാന്യം ഇതായിരുന്നു. അതുകൊണ്ട് അച്ഛൻ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന്
അച്ഛൻ പോയതല്ല, എന്താ പറയുക, അച്ഛൻ പോയതല്ലേ പല വീടുകളിലും. ദൈവം തരുന്ന സഹായം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ മാനുഷികമായ സങ്കല്പത്തിനും ലോകത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രവണതകൾക്ക് തീരുമാനങ്ങൾക്കൊക്കെ മീതെയാണ് ദൈവത്തിന് നമ്മെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥ എന്നറിയണം. ഹല്ലേലൂയാ. അല്ലാതെ അടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര കണ്ട് അപകടകരമായ ഒരു സിറ്റുവേഷനിൽ എന്തോരം തരത്തിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്ലിക്കേഷനുകളുണ്ടെന്ന് അറിയാമോ? അതിനകത്ത് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രയും ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിനകത്ത് ഇനി പാർട്ട്ണർ വേണ്ട, നിങ്ങൾക്ക് ചുമ്മാ സംസാരിക്കാൻ വെറുതെ ഇരിക്കുവാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിന് വേണം, വേണ്ട കിടക്കുക അരികെയും മീതയും താഴെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം വേണം നിങ്ങൾക്ക്? ഇഷ്ടം പടിയാ അതിനകത്തല്ല. ഇപ്പൊ വീട്ടിൽ പിള്ളേർക്ക് മാതാപിതാക്കളോടോ അപ്പനോടോ അമ്മയോടോ സഹോദരനോ കൂടപ്പുറപ്പെടുന്നോടോ ഒന്നും സംസാരിക്കാൻ സമയമില്ല. കാരണം ഇവർക്ക് ഇതിനകത്ത് ഓരോ ആപ്ലിക്കേഷനിൽ 2 പേര് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ല. എല്ലാവരോടും സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തീരും. 24 മണിക്കൂറല്ലേ ആകെയുള്ളൂ. അതിനകത്ത് 6 മണിക്കൂർ കിടന്ന് ഉറങ്ങണം, പിന്നെ 18 മണിക്കൂറല്ലേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടിയ ഫ്രണ്ട്സിനോട് സംസാരിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ സ്നാപ്ചാറ്റിലൂടെ കിട്ടിയ വേറെ എണ്ണത്തിനെ നോക്കണം. അതിനിടയ്ക്ക് എന്തോരം പേരെ നമ്മുടെ കുഞ്ഞുങ്ങൾ കെയർ ചെയ്യുന്നതെന്ന് അറിയാവോ? നിങ്ങളാകെ 2 പിള്ളേരെ അല്ലേ കെയർ ചെയ്യുന്നുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേരെ കെയർ ചെയ്യുന്നതെന്ന് അറിയാവോ? അപ്പൊ നമുക്ക് പോലും കണ്ണെത്താത്ത ഒരു ലോകത്തിന്റെ നടുവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പൊക്കൊണ്ടിരിക്കുക. ഭീകരതയുടെ, ഭീകരവാദത്തിന്റെ, പാപത്തിന്റെ, തിന്മയുടെ സ്വാധീനത്തിന്റെ, ബുദ്ധിയെ ചിന്തയെ പോലും അത്ര കണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില തത്വശാസ്ത്രങ്ങളുടെയൊക്കെ സ്വാധീനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞ എൻ്റെ അച്ഛാ, അതുപോലെ പ്രാർത്ഥനയും ദൈവവും എല്ലാം ഉണ്ടായിരുന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്ന് അവരുടെ അടുത്ത് പള്ളി വരാൻ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വീട്ടിൽ കിടന്ന് വയലൻ്റായി. ഇവർക്ക് മനസ്സിലായില്ല എന്താണ്. പിന്നീടാണ് അവർ ഇത് വിഷയമാണ്. കാരണം അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇവരെപ്പോൾ വിളിച്ചാലും പള്ളിയിൽ പോകും പ്രാർത്ഥനയൊക്കെ ആയിക്കൊണ്ടിരുന്നവനാണ്. പിന്നീടാണ് മനസ്സിലായത് അവൻ്റെ കഴിഞ്ഞ നാളുകളിലൂടെ അവൻ കണ്ടുപിടിച്ച ഒരു യൂട്യൂബ് ഹോട്ടയിൽ ഒരു ക്ലബ് ഹൗസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അവൻ അങ്ങോട്ട് ചെന്നിട്ട് അവൻ്റെ വിശ്വാസം പോയി, ആത്മീയ ജീവിതം പോയി, എല്ലാം താറുമാറാക്കുന്ന ഒരു വിഷയത്തിലേക്ക് അവൻ ഇറങ്ങി. ഇതിൻ്റെ സ്വാധീനം കൊണ്ട് ഇന്ന് അപ്പനോടും അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യവന്. ഒത്തിരി ദിവസമൊന്നായില്ലെന്നേ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചതാ. അച്ഛാ ഒരു കുഴപ്പമില്ലായിരുന്നു കൊച്ചാ, ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന പയ്യനാ, ഞങ്ങൾക്ക് തന്നെ വൺ ഡ്രൈവിന് അങ്ങനെ ഇങ്ങനെ ആയെന്ന്. എന്നിട്ട് ചോദിച്ചു, അച്ഛനിപ്പോൾ ഞങ്ങൾ എന്നെ ചെയ്യും? ഞങ്ങൾക്കറിയത്തില്ല ഇതൊക്കെ എന്നെ ചെയ്യുമെന്ന്. അവർക്കറിയത്തില്ല എന്നെ ചെയ്യുമെന്ന്. കാരണം എന്താ, ഇവനാ ഒരു ഗ്രൂപ്പിൻ്റെ ഇതിലേക്ക് പോയിട്ട് പിന്നെ അതിനകത്തുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നിട്ട് ഇവൻ്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലേ? ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാമ്പത്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ തകരുന്നുണ്ട്, ഒത്തിരി ദാമ്പത്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിലെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്പിരിച്വൽ ഫോർമേഷൻ, അത് ഒരിക്കലും അധികപ്പറ്റാണെന്ന് ചിന്തിക്കരുത്. മാതാപിതാക്കൾ കൊടുത്തില്ല എങ്കിൽ കുഞ്ഞുങ്ങൾ അത് കിട്ടില്ല. നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടേ കൊണ്ടുപോയി, പണ്ടൊരു ഡയലോഗ് പറയുമായിരുന്നല്ലോ എന്നാ, കതിരെ കൊണ്ടുപോയിട്ട് ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കതിരെ കൊണ്ട്
അതിനു മുമ്പ് ഇവർക്ക് വേണ്ടി കഷ്ടപ്പാടും അധ്വാനവും ഓട്ടവും ചാട്ടവും ഭയങ്കര വിരടിച്ചു എല്ലാം മേടിച്ചും കൊടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഈ വെക്കേണ്ട വളം കൊടുക്കേണ്ട വളം ചെറുപ്പത്തിൽ കൊടുക്കല. എന്നിട്ട് കതിരായി കഴിയുമ്പോഴാണ് അയ്യോ ഇതിന് ആത്മീയ വളം കൊടുത്തില്ലല്ലോ, ഇനിയിപ്പോൾ കൊടുത്തേക്കാം. എന്നിട്ട് ഇതുങ്ങളെ കൊണ്ടുവരിക, കൗൺസിലിംഗ് കൊണ്ടിരുന്നു, പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടിരുന്നു, നിർബന്ധിച്ച് കുമ്പസാരിപ്പിക്കാൻ കൊണ്ടിരുന്നു. ഇതെല്ലാം കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരമാണ്. ഞാനത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇപ്പോൾ ഇത് പറയുവാണ് ഇവിടെ. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടും മാസങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കർത്താവ് കുറേ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിടത്തൊക്കെ ഞാൻ കണ്ടാണ് കുട്ടികൾക്ക് ഒരു കാർട്ടൂൺ കാണാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിലെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടിയാണ് ഈ പറയുന്നത്. ഇങ്ങനെ കാർട്ടൂൺ വയ്ക്കും. എൻ്റെ അനിയൻ്റെ കൊച്ചിനൊക്കെ ഞാൻ പറഞ്ഞു, അവന് പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം വയ്ക്കണം. അപ്പോൾ ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്ന ഇഷ്ടം. അപ്പോൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി ഓടിക്കൊണ്ടിരുന്നാൽ ഇവൻ്റെ വയറ്റിലേക്കും പോകും. വണ്ടി ഓടിയില്ലെങ്കിൽ വയറ്റിലേക്ക് പോകാത്ത അവസ്ഥയാണ്. പുറത്തൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, പലയിടത്തും ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ അല്ലേ ഭക്ഷണം കഴിയുന്നത്, പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അപ്പോൾ മാതാപിതാക്കൾ ആദ്യം ചെയ്യുന്നതിനാണെന്നറിയാമോ? മൊബൈലെടുക്കും, ഏത് കൊച്ചുങ്ങൾ അതിനകത്തേക്ക് നോക്കും, പയ്യനത്തേക്ക് കൈ പിടിച്ചോ. അപ്പോൾ കൊച്ചിങ്ങനെ പിടിച്ചിരിക്കും. ആ കാർട്ടൂൺ കഴിയുമ്പോഴേക്ക് അത്യാവശ്യം എൻ്റെ വയറ് നിറയ്ക്കാനുള്ള സാധനം അതേക്ക് ഏറ്റും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്കാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. നിങ്ങൾ എത്ര മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫിൽട്ടർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? പറ. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് അറിയാം നിങ്ങളുടെ മൊബൈലിൽ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന്? അതായത് ഇത്ര പ്രായത്തിന് കൊഴിഞ്ഞൊക്കെ കാണാൻ പറ്റുന്നതേ അതിനകത്ത് വരുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് കൊടുക്കുന്ന ടാബിലൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത സാധനങ്ങൾ. അപ്പോൾ അവർ എത്ര സ്ക്രോൾ ചെയ്താലും എത്ര ചെയ്താലും ഒക്കെ കുറേ അങ്ങനത്തെ സാധനങ്ങളെ വരുള്ളൂ. നമ്മുടെ ഇവിടെ 1 സ്ക്രോൾ ചെയ്ത് 2 സ്ക്രോൾ ചെയ്ത് നമ്മുടെ ചെറിയ പിള്ളേർ കാണുന്നത് വലിയ ചേട്ടന്മാർ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പിള്ളേർ മൊബൈൽ തോണ്ടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഒരു വിഷയമാണ്. ഈ ദിവസങ്ങളിൽ അതെല്ലാം തമ്പുരാൻ ക്രമീകരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 10-15 ഒരു ആനിമേഷൻ പോലത്തെ ബിബ്ലിക്കലായിട്ടുള്ള സ്റ്റോറികൾ ആനിമേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഭയങ്കര അതൊരു സാമ്പത്തിക വിഷയമാണ്. അതിൻ്റെയൊക്കെ ക്യാരക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനു മുമ്പ് ഒരു പാട്ടുണ്ടാക്കണം, അതിന് പാട്ട് എഴുതണം, പാട്ട് കമ്പോസ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം, പിന്നെ അതിനെ പറ്റി ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച്, കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കത് മാറ്റിവെക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ സമ്മതിക്കുകയില്ല. അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ജോലിക്ക് പോകുന്ന അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക്, ഇതിന് തീറ്റ കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ, അല്ലേ? അപ്പം ചില ഇങ്ങനെ സംഘർഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതല്ലാതെ പറ്റാത്തൊരവസ്ഥ വരുക. മാതാപിതാക്കൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എന്താണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൺലി പോസിബിൾ. വേറൊരു അപ്പം ഞാനിങ്ങനെ കുറേ ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിലൂടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല ദേശങ്ങളിലും രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്തയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി ശുശ്രൂഷകൾക്ക് വേണ്ടി പലയിടങ്ങളിൽ പോകുന്നുണ്ട്. ഒരു 10 എണ്ണമെങ്കിലും നമ്മൾ റെഡിയാക്കിയാൽ ഇവരെ ഭക്ഷണം കഴിപ്പിക്കാനുള്ളതായി, ഇല്ലേ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ, നിങ്ങൾ വിചാരിക്കുന്നതല്ല, പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് ഫീഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവരുടെ സിസ്റ്റം നന്മ നിറയാൻ തുടങ്ങും. തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ തിന്മയായിട്ട് മാറും, നന്മയാണ് നൽകുന്നതെങ്കിൽ നന്മയായിട്ട് മാറും. നമ്മൾ വളർന്നിട്ടും നമ്മുടെ മനസ്സിൽ കിട്ടുന്നതാണ് നമ്മൾ സ്വഭാവത്തിലേക്ക് വരുന്നത്. അത്ര കണ്ട് നമ്മുടെ മനസ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗാനങ്ങളുടെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് അതിൻ്റെ മ്യൂസിക്കിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആനിമേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഒത്തിരി സാമ്പത്തികമായിട്ട് പോലും ബുദ്ധിമുട്ട് വരുന്ന വിഷയങ്ങളാണ്. പക്ഷെ കർത്താവ് ഇന്ന് വരെ ആ വിഷയത്തിൽ ഒരു കുറവും ഞാനൊരു ശുശ്രൂഷ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകും. തമ്പുരാൻ തരും. ആര് തരും? പറ. നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? ഞാൻ പറയുന്നു, കർത്താവ് തരും. നോക്കിയൊരു 1-2 വർഷത്തിനുള്ളിൽ ഈ വിഷയത്തിൽ കർത്താവൻ തെളിച്ച് ചെയ്യും. എനിക്കടുത്തൊരു സംശയമില്ല. ഹല്ലേലൂയ. കാരണം ഇത് ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്.
നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് ഈ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ആ പിള്ളേരെ സിസ്റ്റം ഫോം ചെയ്ത് വരുന്ന സമയത്ത് വചനത്തിൽ അധിഷ്ഠിതമായ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നും. കാരണം ഞാൻ പലയിടങ്ങളിൽ പോയപ്പോൾ ഇതിനെ തന്നെ ഉണ്ട്. മറ്റ് ചില എനിക്കൊന്ന് മനോരമ ക്ലാസിക് എന്ന് പറയുന്നതിനകത്തൊക്കെ കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട്. നോഹ പൂപ്പൻ, ആദമമ്മിച്ചി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി അടിച്ചു നോക്ക്. സക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അടിച്ചു നോക്ക്. ഒക്കെ വരും. അത് ആ കാർട്ടൂൺ വരും. കാർട്ടൂൺ അതൊരു അനിമേഷനാണത്. പിള്ളേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടുകഴിഞ്ഞാൽ അത് കണ്ടാൽ മതി. അത് തന്നെ കണ്ടുള്ളവർ. ഞാൻ ആ ചേട്ടൻ്റെ കൊച്ചിൻ്റെ കാനഡയിൽ പോയപ്പോൾ ചേട്ടൻ്റെ കൊച്ചിന് ഈ സാധനം ഒന്നിട്ട് തപ്പിയെടുത്ത് അതിനകത്ത് കൊടുത്തപ്പോഴേക്കും പിന്നെ അവനെപ്പോഴും സക്കായി സക്കായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നോഹപ്പൂപ്പൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ നോഹപ്പൂപ്പൻ ഇട്ട് കൊടുക്കും. അതിനുമുമ്പ് അവർക്ക് കാണുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊന്നും കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ വൈകാരികത്തിനെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ മൂവ്മെൻറ്റ്സിനെ, അവരുടെ ഭാവിയെ, അവരുടെ പഠനത്തെ, അവരുടെ ചിന്താമണ്ഡലങ്ങളെ, അവരുടെ റിലേഷൻഷിപ്പിനെ, എല്ലാറ്റിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരു ബദൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവീക സംരക്ഷണത്തിലേക്കും സംവിധാനത്തിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ഭാരം നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സഹായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ദൈവമേ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ പേര് നമ്മൾ മാനസികമായിട്ട് തകർന്നും ഭാരപ്പെട്ടും നമ്മൾ ഡിപ്രസ്ഡായിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പരിഹാര മാർഗമല്ല. ഹല്ലേലൂയ. മക്കളെ ഓർത്ത് നിങ്ങൾ മാതാപിതാക്കൾ നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടോ നിരാശപ്പെട്ടത് കൊണ്ടോ ആകുലപ്പെട്ടത് കൊണ്ടോ അസ്വസ്ഥപ്പെട്ടതുകൊണ്ടോ മക്കളുടെ പ്രശ്നം മാറോ? നിങ്ങൾ കരയുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം കൂടും. തള്ള ഇതെല്ലാം കാണിച്ചിട്ട് ഇനി തള്ളയുടെ കരച്ചിലും കൂടി കൺമുന്നിൽ പോകാൻ പറയും. നിങ്ങൾ കരച്ചിൽ സ്നേഹമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ല് കേട്ടോ. കൂടുതലായിട്ട് നിങ്ങൾ വയലൻ്റ് ആകാൻ തുടങ്ങും. ഇപ്പം നിങ്ങളുടെ കണ്ണുനീരിനോ നിങ്ങളുടെ മനോഭാരത്തിനോ നിങ്ങളുടെ സങ്കടങ്ങൾക്കോ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള സഹനങ്ങൾക്കോ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളോ നാളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ വിലകെട്ടതായിട്ട് നാളെ മാറും. ഒരു സംശയമില്ല. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയും അതൊക്കെ ഈ വിദേശത്ത് പോയപ്പോൾ ഇവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പറയും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ചെന്നറിയാവോ, ഞങ്ങൾ ഒരു ഉടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. അത് നിങ്ങളുടെ പ്രായത്തിൽ, അത് നിങ്ങളുടെ സമയത്ത്. ഇത് സമയമൊക്കെ മാറിയില്ലേ, അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഉപദേശിക്കാൻ പോയതാ അമ്മ. എന്തു പറയുന്നത്, ഞങ്ങളുടെ സമയത്ത്, അതായത് പങ്കുവയ്ക്കുന്ന കാര്യം പറഞ്ഞു വന്നതാ. എടി നിൻ്റെ ഉടുപ്പ് അവളുടെ സാമാനം മറ്റവൾ തൊട്ടു, ഇതാണ് പ്രശ്നം. മൂത്തവളുടെ ഉടുപ്പ് എൻ്റെ മീതെ ഇടുന്ന സാധനം, ഈ തലയിലിടുന്ന സാധനമില്ല പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവളുടെ മൂത്തവളുടെ ഉടുപ്പിൻ്റെ അതാണ് കിടന്നത്, പെട്ടെന്ന് പോകാൻ അതെടുത്തിട്ടു. അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ പറഞ്ഞ അമ്മ ഒരു പറഞ്ഞു ഞങ്ങളുടെയൊക്കെ സമയത്ത് പട്ടിണിയും ദാരിദ്ര്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു, വയറ് നിറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു, ഒരു ഉടുപ്പ് കൊണ്ട് ഞങ്ങൾ 3 പേര് ഉടുക്കുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ തള്ളയുടെ സമയത്തല്ലേ, ഇത് കാലം മാറി, അത് പഴയ ജനറേഷൻ, ഇത് വേറെ ജനറേഷനാണ്. എൻ്റെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞവൾ. എൻ്റെ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പങ്കുവയ്ക്കൽ എന്തേ പോയില്ലേ, എല്ലാം പോയി. പിള്ളേരുടെ എണ്ണം ഉണ്ടോ? നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സമയം കളയാന്നല്ലാതെ. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഏട്ടാ എൻ്റെ വായില വെള്ളം പറ്റാതെ നിങ്ങളുടെ മക്കളോടെങ്കിലൊക്കെ നിങ്ങൾ പറ. കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വൈകാരിക പക്വത ഉണ്ടാകും, ഒരു സംശയമില്ല. ഷെയറിങ് സംഭവിക്കും, ഷെയറിങ് ഉണ്ടാവും. ഇതൊന്നല്ലെങ്കിൽ 2 ഉണ്ടാവും. അന്ന് 2നും എന്ത് മേടിക്കുമ്പോൾ 2നും മേടിക്കും. കാരണം എന്താ, അയ്യോ ആ സാധനം ഇതിന് മേടിച്ചില്ലെങ്കിൽ അവിടെ കൊലപാതകം നടക്കും. പണ്ടൊക്കെ ഒരു സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്ന് ആരുടെ അടുത്തെങ്കിലും തന്നിട്ട് പറയും എന്ത് ചെയ്യും, എല്ലാവർക്കും കൂടി കൊടുത്തേക്കാൻ പറയും. ഇന്ന് എല്ലാവർക്കും കൂടി കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റേ ഹോട്ടലിൽ കയറിയിട്ട് പോകുന്ന വഴിക്കത് മറ്റേ ഡ്രൈവ് ത്രൂവോ അങ്ങനെ ഒന്നുമില്ല, ആദ്യം കൂടി കയറിയിട്ട് മറ്റേ പൊട്ടറ്റോയുടെ ചിപ്സ് മേടിച്ചെന്ന് വിചാരിക്കും, എന്നാ പറയുന്നത്, ഫിംഗർ ചിപ്സ്. ആ സാധനം മേടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ 1 മേടിച്ചുള്ളൂ.
മൂത്തവൻ ഇങ്ങനെ കയറി പിടിച്ചു, ഇത് ഞാൻ കൊടുക്കൂല കേട്ടോ, ഇതെനിക്ക് അവന് വേണമെങ്കിൽ വേറെ മേടിച്ചോളാം. എന്നിട്ട് ഇതിൻ്റെ പകുതി നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഇട്ടോ, എനിക്ക് മദ്യമേ, ഇതിൻ്റെ പകുതി പോലും തിന്നാൻ പറ്റുകയില്ല. കുറച്ച് എന്നിട്ട് എനിക്കിനി വേണ്ട, അത് തണുത്തു പോയി എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യും? ഈ വിഷയത്തൊക്കെ നമ്മൾ എന്നാ ചെയ്യും? ഹല്ലേലൂയ. ഇത് നമ്മുടെ മാതാപിതാക്കൾ കടന്നു പോകുന്ന പച്ചയായ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, പറയാൻ പോലും പറ്റണില്ല. ഇപ്പോൾ നേരത്തെയൊക്കെ തല്ലാൻ പറ്റുമായിരുന്നു, ഇപ്പം തല്ലാൻ പറ്റുമോ? തല്ലൽ പ്രശ്നമായി, അടിക്കാൻ പറ്റത്തില്ല, സ്കൂളിലെടുത്ത് തല്ലത്തില്ല, എങ്ങും അടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പറയാമെന്ന് വെച്ചാലോ, പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരട്ടി ഇങ്ങോട്ടാണ് വരുന്നത്, പിന്നെ എന്നാ പറയാനാ? ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, എന്നാ ഇപ്പം ചെയ്യാ, എന്നാ ഇപ്പം പറയാന്ന്. ആ സത്യം, എന്നാ ഇപ്പം ചെയ്യാ, എന്നാ ഇപ്പം പറയാ. ഇപ്പം എന്നാ പറയാനാ? ഒന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനാത്ത അവസ്ഥയിലൂടെ എന്തോരം മാതാപിതാക്കളെ കടന്നു പോകുന്നതെന്നറിയാമോ? ഇതിന് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ വൈകാരിക വളർച്ചകളും അതിൻ്റെ ആത്മീയ വളർച്ചയും ശാരീരിക വളർച്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം, അതിന് അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം എങ്ങനെയാണെന്നറിയാം, നമ്മൾ പള്ളിയിൽ പോകുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി. പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ നോക്കിയാൽ പറ്റില്ല. കാരണം എന്താ? കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോയില്ല. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറുപ്പത്തിൽ നമ്മൾ ദേവാലയവുമായിട്ടും വചനം കേൾക്കാനും പ്രാർത്ഥനയിലൊക്കെ കുഞ്ഞുങ്ങളെ നിർത്തുക. എന്നിട്ട് ഈ ചെറുപ്രായമുള്ളപ്പോൾ തന്നെ ഇവരെ കൊണ്ടൊക്കെ പ്രാർത്ഥന ചൊല്ലിപ്പിക്കും. ഇത്തിരി മിസ്റ്റേക്കൊക്കെ വന്നോട്ടെ, ഇത്തിരി തെറ്റൊക്കെ പറ്റിക്കോട്ടെ, ഒന്നും കുഴപ്പമാക്കണ്ട. ചിലപ്പോൾ ഇച്ചിരി കളിയും ചിരിയൊക്കെ ചെയ്യുമായിരിക്കും, തെറ്റിപ്പോകുന്നത്. ദാറ്റ്സ് ഓക്കെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.